Good morning, ma'am. Morning. Good morning. Good morning, ma'am. Morning. Good morning, all of you. Good morning, ma'am. Prayer പാട്ടെ മാം. ചെയ്തോളൂ, prayer ചെയ്തോളൂ കേട്ടോ. ഇങ്ങുമിങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എന്റെ പാദം ഇടറാതിരിക്കുവാൻ എങ്ങും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പുല്ലുമാടകും പൂവണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും, നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും, നല്ല ചെയ്തിയായി എന്നോടെ കയ്യിലും, നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. Okay. Then signing. Okay, ma'am. Good morning, Ashwati ma'am, and good morning, friends. I am Rinda. Today I am signing to Ashwati ma'am class for a Malayalam rhyme. അമ്പു പശു കേമ ഒന്നാണ്, അമ്പു പശുവിന് കൊമ്പെത്ര, ഒന്നും ഒന്നും രണ്ടാണ്. അമ്പു പശുവിന് കാലെത്ര, രണ്ടും രണ്ടും നാലാണ്. അമ്പു പശുവിന് പാലെത്ര, നാഴിയും നാഴിയും ഇരുനാഴി. Okay, thank you, ma'am, and welcome to our class. Okay, thank you. Then thought of the day. Yes, ma'am. Good morning, all. I am saying a small thought of APJ Abdul Kalam. Life is a book. Every day is a new page. Every month is a new chapter, and every year is a new series. Thank you. Okay. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇപ്പൊ പാർട്ട് 4 എനിക്ക് തോന്നുന്നു ആദ്യംസിന്റെ കംപ്ലീറ്റ് ആയിരുന്നോ? പാർട്ട് 4 ഗുഡ് മാനേഴ്സ് കംപ്ലീറ്റ് ചെയ്തായിരുന്നോ മിസ്? Yes, ma'am, complete ചെയ്തു. ഇനി എന്റെ സൂപ്പർവിഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട് അല്ലേ? അതും കൂടി ഫിനിഷ് ആയാൽ പാർട്ട് 4 കംപ്ലീറ്റ് ആകും. ഓക്കെ അല്ലേ? അതെ മാം, കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇനി നിങ്ങൾക്ക് പാർട്ട് 3 എന്തൊക്കെയാണ് എടുക്കാനുള്ളത്? ബാക്കി വരുന്നത് എന്തൊക്കെയാ എടുത്തിട്ടുള്ളത് പറയാമോ? ഫസ്റ്റ് കംപ്ലീറ്റ് ആയി, തേർഡ് എടുത്തുകൊണ്ടിരിക്കണു, ഫിഫ്ത്തും എടുത്തുകൊണ്ടിരിക്കണു. പിന്നെ ടെൻഡൻസി 9th ഇപ്പൊ ആതിര മാം ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ടെൻഡൻസി എടുത്തല്ലേ? സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഇന്നലെ. സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അല്ലേ? Good morning, ma'am. ഗുഡ് മോർണിംഗ്. ഈ മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ്ങില് മരിയ മോണ്ടിസോറി കംപ്ലീറ്റ് ആയി എന്നാണോ പറഞ്ഞത്? Yes, ma'am. Then the Montessori methods versus traditional method അത് എടുത്തായിരുന്നോ? ഇല്ല മാം, അത് എടുത്തിട്ടില്ല. അതെടുത്തിട്ടില്ല. ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് അത് എടുത്തിട്ടുണ്ട്, ജിഷ മാം എടുക്കുന്നുണ്ട്. എടുത്തിട്ടുണ്ട്. സെൽഫ് കൺസ്ട്രക്ഷൻ ഇല്ല മാം, എടുത്തിട്ടില്ല. നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ അത് എടുക്കുന്നുണ്ട്, അപർണ മാം എടുക്കുന്നുണ്ട്. സൊസൈറ്റി ഓഫ് കോഹിഷൻ നോ മാം, അത് എടുത്തിട്ടില്ല. മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയൺമെന്റ് നോ എടുത്തിട്ടില്ല മാം. എടുത്തിട്ടില്ല. അപ്പൊ എടുക്കാൻ കുറെ ഉണ്ടല്ലേ. മൂവ്മെന്റ് എടുത്തായിരുന്നോ? ഇല്ല മാം, അതും എടുത്തിട്ടില്ല. അതിന് ഒരു 3 ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കിയിരുന്നു, ബാക്കിയെല്ലാം എടുക്കാൻ കിടക്കുന്നത്. ബാക്കി എല്ലാരും എടുക്കാനുണ്ട് അല്ലേ?
മാം സെമിനാർ ഉണ്ടായിരുന്നു. ആ സെമിനാർ ഉണ്ടായിരുന്നു അല്ലെ? ഓക്കെ. അപ്പോ സെമിനാർ കഴിഞ്ഞ ദിവസം പ്രിപ്പയർ ചെയ്യാത്തവര് ഈ ഒരു ക്ലാസ്സിൽ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര പേര് റെഡി ആയിട്ടുണ്ട്? ആദ്യം തന്നെ ചോദിക്കട്ടെ. റെഡി ആയിട്ടുണ്ട്. എന്താണ് റിങ്ക? പറഞ്ഞോളൂ. പോസ്റ്റർ നമ്മൾ ചെയ്തവർ ഞങ്ങളെ കുറച്ച് പേര് കാണിച്ചിരുന്നില്ലല്ലോ, അത് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാണിച്ചിട്ടില്ല മിസ് പറഞ്ഞതിന്റെ ശേഷം 2 ക്ലാസ്സിലും കയറാൻ പറ്റിയില്ല. അതെല്ലേ. ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കാം കേട്ടോ. അപ്പൊ കാണിച്ചാൽ മതി. നിങ്ങളപ്പോ സെമിനാർ നമുക്ക് എടുത്തു തുടങ്ങാം അല്ലേ? ഞാൻ പറയാം. സുരമ്യ. വീഡിയോ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായേനെ. പറ്റോ ചെയ്യാനായിട്ട്? സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ കേട്ടോ. കുളിച്ചിട്ടില്ലല്ലോ, പിന്നെ കുഴപ്പമൊന്നുമില്ല. നോക്കി വായിക്കുന്നുള്ള കുഴപ്പമുണ്ടോ മാം? ഇല്ല ഇല്ല, അങ്ങനൊന്നും പ്രശ്നമില്ല. Okay. Today I am speaking about air pollution. Air pollution refers to the release of pollutants to the atmosphere that are harmful to human health and the environment. These pollutants can be gases, particles, or biological molecules. Cases of air pollution: fossil fuel combustion. Burning for fossil fuel like coal, oil, and gas for energy release pollutants like sulfur dioxide, nitrogen oxides, and particulate matter. Second one, vehicle emissions. Vehicle emit pollutants like particulate matter, carbon monoxide, and volatile organic compounds. Third one, industrial process. Industrial activities like manufacturing and construction release pollutants like particulate matter, heavy metals and volatile organic compounds. Fourth one, agricultural activities. Agriculture activities like crop burning and livestock farming release pollutants like particulate matter, ammonia, and methane. Effects of air pollution. First one, human health. Air pollution can cause respiratory disease, cardiovascular disease, lung cancer, and other health problems. Second one, environmental damage. Air pollution can damage crops, forests, and ecosystems, and contribute to climate change. Third one, economic impact. Air pollution can lead to significant economic losses due to healthcare costs, lost productivity, and damage to infrastructure. Solution to air pollution. First one, transition to clean energy. Shift to renewable energy sources like solar and wind power to reduce fossil fuel consumption. For second one, improve energy efficiency. Increases energy efficiency in building industrials and transportation systems. Third one, promote substitutable transportation. Encourage the use of electric vehicle, public transport, and non-motorized transportation. Fourth one, implement emission controls. Implement policies and regulation to emit emission from industrial sources and vehicles. Ma'am, sound കുറഞ്ഞു. വെള്ളം കുടിക്കാം കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ ചുമ വരുമ്പോൾ ഇടയ്ക്ക് വെള്ളം കുടിക്കാം. യാതൊരു കുഴപ്പമില്ല കേട്ടോ. സെമിനാർ പ്രസന്റ് ചെയ്തിട്ടിരിക്കുമ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ കുടിക്കാനുള്ള സമയം തരാം കേട്ടോ. അടുത്തത് ആരാണ്? ഞാൻ പറയാം മാം. സെമിനാർ ഗ്ലോബൽ എൻവിറോൺമെന്റൽ ത്രെഡ്സിനെ പറ്റിയാണ് മാം പറയുന്നത്. ഗ്ലോബൽ എൻവയോൺമെന്റൽ ത്രെഡ്സ് അല്ലേ?
Good morning, everyone. Today, I am here to present a seminar on one of the most urgent issues facing human global environmental threats. Our planet is home to millions of species and ecosystems. Yet, human actions have put enormous pressure on the environment. If the threats are not addressed, the future of life on Earth will be in great danger. Now, let us discuss the threats. First one is climate change. One of the most Measuring threats is climate change caused by the emission of greenhouse gases from industries, vehicles, and deforestation. Effect includes global warming, rising sea level, unpredictable weather patterns, and the melting of polar ice caps. Millions of people are already facing flood, droughts, and heat waves. The second one is deforestation. Forests are the lungs of our planet, but every year millions of hectares are deforested for agriculture, mining, and urbanization. This leads to habitat loss, extinction of species, soil erosion, and reduced carbon absorption. Third one is pollution. Air, water, and soil pollution are increasing at alarming rates. Plastic pollution in ocean kill marine life, while toxic emission harmful human health. Industrial waste and chemical poison soil, water bodies, affecting agriculture and community. Third one is biodiversity loss. Thousands of species are becoming extinct due to habitat destruction, poaching, and fishing and climate changes. The loss of biodiversity weakens ecosystem, reducing their ability to provide clean air, water, and food. Fifth one is over pollution and overconsumption. Rising pollution puts puts on natural resources like water, land, and energy. Overconsumption and unsustainable lifestyle increase waste pollution and carbon. Sixth one is ocean degradation. Oceans are suffering from acidification, overfishing, and rising temperature. Coral reefs, known as the rainforest of the sea, are drying at the unpretended rate. Seventh one is waste management crisis. Improper disposal of solid waste and e-waste is containing land and water. Developing countries face several challenges in handling urban waste. Eighth one is depletion of ozone layer. Ozone layer is a layer of ozone gas found about 15 to 35 kilometers above the Earth's surface in the stratosphere. It protects us by the absorbing most of the sun's harmful ultraviolet rays comes of ozone depletion. Causes CFC found in old refrigerator, air conditioner, and aerosol sprays. അടുത്ത് halogens used in the fire extinguishers. Other chemicals like carbon tetrachloride and methyl chloroform. These chemicals release chlorine and bromine, which break down ozone molecules. Effect of ozone depletion. More UV rays reach Earth. Health problems like skin cancer, eye cataracts, and weakened immune system. Environment damages crops, reduce plankton in ocean, and disturb ecosystem. Climate input. After weather, affect weather patterns. Next one is in solutions. First one is shift to renewable energy like solar and wind. Reduce deforestation and promote afforestation. Third one is use of eco-friendly alternatives instead of harmful chemicals. Awareness and strict law against ozone depleting substances. Montreal Protocol 1987, an international agreement to ban CFCs and protect ozone layer. Adopt sustainable agriculture and eco-friendly lifestyles.
strengthen global cooperation, and im- implement environmental laws strictly, educate communities to act responsibly. Conclusion. The challenges are massive, but so are the opportunities to solve them. Each small action, saving water, planting a tree, reducing plastic use, contributes to a healthier planet. Protecting the earth is not a choice, but a responsibility because we have borrowed it from our future generation. Thank you, ma'am. ഓക്കെ താങ്ക് യു. ദെൻ ഇനി ആരാണ്? ഞാൻ ചെയ്യാം മാം. റോഷ്നി ചെയ്തോളൂ കേട്ടോ. ഓക്കെ മാം. സൗണ്ട് പൊല്യൂഷൻ. ശബ്ദ മലിനീകരണം എന്നത് ഗതാഗതം, നിർമ്മാണം, വ്യാവസായിക പ്രവർത്തനങ്ങൾ തുടങ്ങിയ സ്രോതസ്സുകൾ മൂലം ആളുകൾക്കും മൃഗങ്ങൾക്കും ദോഷം വരുത്തുന്നതും ഉച്ചത്തിലുള്ളതും അനാവശ്യമായ ശബ്ദങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഉദാഹരണത്തിന്, അടുത്തുള്ള ഹൈവേയിൽ നിന്നുള്ള ഉച്ചത്തിലുള്ള ശബ്ദം, നടന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഒരു സംഗീത കച്ചേരി എന്നിവയെല്ലാം ശബ്ദ മലിനീകരണത്തിന് കാരണമാണ്. ഇത് മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ആരോഗ്യത്തെയും ക്ഷേമത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു. ഉദാഹരണങ്ങൾ: ഗതാഗത ശബ്ദം, നിർമ്മാണ ശബ്ദം, വ്യാവസായിക ശബ്ദം, വിനോദ ശബ്ദം, വിമാനത്താവളത്തിലെ ശബ്ദം. മറ്റുതരം മലിനീകരണങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ശബ്ദ മലിനീകരണത്തിന്റെ ദോഷകരമായ ഫലങ്ങൾ പലപ്പോഴും ദൃശ്യമാകുന്നില്ല. പക്ഷെ അവ പോലെ തന്നെ ഇതും ഭീഷണിപ്പെടുത്തുന്നതാണ്. അമിത ശബ്ദം ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുകയും മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. കേൾവിക്കുറവിനും ഗർഭിണികളുടെ ആരോഗ്യത്തിനും നാഡീവ്യൂഹത്തെയും ഇത് സാരമായി ബാധിക്കുന്നു. മനുഷ്യർക്ക് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയുള്ള ഫ്രീക്വൻസി ശബ്ദങ്ങളാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഈ പരിധിക്ക് താഴെയുള്ള ഇൻഫ്രാസോണിക് തരംഗങ്ങളും മുകളിലുള്ള അൾട്രാസോണിക് സൗണ്ട്സും മനുഷ്യന് കേൾക്കാൻ കഴിയില്ല. കേരളത്തിൽ രാത്രി 6 മുതൽ രാവിലെ 6 വരെ കേൾക്കാൻ കഴിയുന്ന ശബ്ദ നിലവാരം: റെസിഡൻഷ്യൽ ഏരിയയിൽ 45 ഡെസിബലും വാണിജ്യ ഏരിയകളിൽ 55 ഡെസിബലും വ്യാവസായിക ഏരിയകളിൽ 70 ഡെസിബലുമാണ്. നിശബ്ദ മേഖലകളായ സ്കൂൾ, ഹോസ്പിറ്റൽ, കോടതി എന്നിവിടങ്ങളിൽ 40 ഡെസിബലാണ്. എന്നിങ്ങനെയാണ് ശബ്ദ മലിനീകരണത്തെ രാത്രിയിൽ നിയന്ത്രിച്ചിരിക്കുന്നത്. പിന്നെ എൻവയോൺമെന്റിന്റെ ഒരു കോട്ട്സ് ആണ് മാം. ദ എർത്ത് ഈസ് യുവേഴ്സ്, സേവ് ഇറ്റ്. അവർ കമ്മിറ്റ്മെന്റ് സേവ് എൻവയോൺമെന്റ്. പ്രിസർവ്, പ്രൊട്ടക്ട് ആൻഡ് സേവ് ദ എൻവയോൺമെന്റ്. ബെറ്റർ എൻവയോൺമെന്റ്, ബെറ്റർ ടുമോറോ. സേവ് ദ പ്ലാന്റ്. എൻവയോൺമെന്റ് നീഡ്സ് യു. താങ്ക് യു മാം. ഓക്കെ താങ്ക് യു. ദെൻ മേഘ്ന സന്തോഷ്. യെസ് മാം. എന്നെ കാണാവോ? കാണാം. Okay. Good morning to everyone. Today I am going to speak on the topic man and environment. The environment is the life support system for all living beings. It provides us air, water, and soil and energy. But human activities like deforestation, overuse of resources, and pollutions are creating serious environmental problems. And first topic is renewable and non-renewable resources. And in this topic, there is divided natural resources are two types. The first one is renewable resources, such as sunlight, wind, water, and forest. This can be replenished naturally and are sustainable. And second one is non-renewable resources, such as coal, petroleum, and natural gases. These are limited, and once used, they can be replaced quickly. And the probably second topic is environmental pollution. Different types of pollutions are affecting our lives today. First one is air pollution, caused by vehicles, industries, and burning fossil fuels. And second one is water pollution due to sewage, plastic, and chemical waste. And third one is soil pollution from pesticides, fertilizers, and waste dumping. Then third one is noise pollution from traffic, loudspeakers, and machines we occur some noise pollution. And fifth one is radiation pollution from nuclear plants, radioactivity waste, and even overuse of electronic device. This type of pollution is invisible but extremely harmful, and it causes cancer, genetic disorder, and long-term damage due to ecosystem. And third topic is going to say about roles of pollution control boards. In India, two main bodies controls and monitor pollutions. First one is Central Pollution Control Boards, that is CPCS.
CPCB, which sets environmental standards and monitors pollutions at the national level. And second one is State Pollution Control Boards, SPCBS, which enforces rules and regulates industries within each state. And fourth topic is major global environment threats. At the global level, some serious threats include first point is climate change and global warming. And second one is ozone layer depletions. And third is radiation hazards. Fourth one is loss of biodiversity and extinctions of species. And fifth one is deforestation and desertifications. And sixth one is raising sea levels and extreme weather events. And finally, the overall conclusion is man and environment are deeply connected. Protecting nature means protecting ourselves by using renewable sources wisely, reducing pollutions, planting trees, and adopting eco-friendly lifestyles. We can build a safer and healthy future. Okay, let us all take responsibility to our planet. Thank you, ma'am. Okay, very good. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, then ഇനി ആരാണ്? ഇനി ആരെങ്കിലും ഉണ്ടോ പ്രസന്റ് ചെയ്യാനായിട്ട് സെമിനാർ? അന്ന് ചെയ്തതാ മാം. അന്ന് ചെയ്തതല്ലേ അമൃത? യെസ് മാം. ഓക്കെ. പോസ്റ്റർ കാണിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. Yes, ma'am. Yes, ma'am. ഒരു മിനിറ്റ് ഒന്ന് എടുക്കട്ടെ. ഓക്കെ ഓക്കെ. Ma'am, the air pollution affects humans. Next one. Soil pollution. ഓക്കെ, നന്നായിട്ടുണ്ട്. Sound pollution. Okay, very good. The radiation pollution. നന്നായിട്ടുണ്ട് കേട്ടോ രേഷ്മ. Thank you, ma'am. Then ഇനി ആരാണ്? റഷീദ. റഷീദ ചെയ്തിട്ടുണ്ടോ? ഉണ്ട് മാം. ഓക്കെ, കാണിച്ചോളൂ കേട്ടോ. ഓക്കെ. ലാൻഡ് പൊല്യൂഷനെ കുറിച്ചിട്ടല്ലേ ഫസ്റ്റ് വൺ? റേഡിയേഷൻ പൊല്യൂഷൻ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. എയർ പൊല്യൂഷൻ. ഓക്കെ, സൗണ്ട് പൊല്യൂഷൻ. ഓക്കെ, വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് തോന്നുന്നു അല്ലേ? കുറച്ച് വെറൈറ്റി കാണാനായിട്ട് സാധിച്ചു. നന്നായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട് റഷീദ. ഇനി ആരെങ്കിലും കാണിക്കാനുണ്ടോ? Yes, ma'am. അറിയില്ല. കാണുന്നുണ്ടോ മാം? ക്ലിയർ അല്ല, കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ ക്ലിയർ അല്ല.
എയർ പൊല്യൂഷൻ ആണത്. എയർ പൊല്യൂഷൻ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് സൗണ്ട് പൊല്യൂഷൻ. സൗണ്ട് പൊല്യൂഷൻ. ലാൻഡ് പൊല്യൂഷൻ. ലാൻഡ് പൊല്യൂഷൻ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വൺ സേവ് പ്രൊട്ടക്ട് എൻവയോൺമെന്റ്. ആ ഒരു കൺസെപ്റ്റിൽ ചെയ്തു. ഓക്കെ. മാം പറഞ്ഞ നമ്പർ വീൽ അല്ലേ? നമ്പർ വീൽ ആൻഡ് പിക്ചർ വീൽ അല്ലേ? ഇതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള വീൽ ചാർട്ട്. ബാലൻസ്ഡ് ആയിട്ട്. ഓക്കെ. 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 നന്നായിട്ടുണ്ട് കേട്ടോ. ഇനി ആരെങ്കിലും ഉണ്ടോ? മാം ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിക്കാം. നമ്പർ വീലും പിക്ചർ വീലും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. ഫിനിഷ് ചെയ്തിട്ട് കാണിച്ചാൽ മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിക്കാം മാം. ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂപ്പർവൈസിങ് ആൻഡ് റിപ്പോർട്ടിംഗ് ആണ് ആ ഒരു ചാപ്റ്റർ ആണ് എടുത്തത്. ടെക്നിക്സ് ഓഫ് സൂപ്പർവിഷൻ വരെ പറഞ്ഞു എന്ന് തോന്നുന്നു അല്ലെ? ടെക്നിക്സ് ഓഫ് സൂപ്പർവിഷൻ പറഞ്ഞായിരുന്നോ? ഓക്കെ. അവിടെ വരെ പറഞ്ഞായിരുന്നു മാം. അത് വരെ പറഞ്ഞല്ലേ? പ്രിൻസിപ്പിൾസ് ഓഫ് സൂപ്പർവിഷൻ എല്ലാവരും ഒന്ന് റീഡ് ചെയ്യേ കേട്ടോ. പ്രിൻസിപ്പിൾസ് ഓഫ് സൂപ്പർവിഷൻ. സുരമ്യ ഒന്ന് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാമോ? പ്രിൻസിപ്പിൾസ് ഓഫ് സൂപ്പർവിഷൻ. ഞാൻ എടുത്തതേ ഉള്ളൂ, ഒന്ന് വായിച്ചിട്ട് പറഞ്ഞാൽ മതി മാം. മതി വായിച്ചിട്ട് പറഞ്ഞു. ഓക്കെ മാം.
മാം വായിക്കാം. എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ പറയാൻ ശ്രമിക്കാം മാം. മതി മതി. ഓക്കെ. Principles of supervision. First one, supervision is always linked to the development of instruction in any school. അതായത് സൂപ്പർവിഷൻ ലിങ്ക്ഡ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഏത് സ്കൂളിൽ ആണ് അത് ഏതെങ്കിലും സ്കൂളിന്റെ ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഇൻസ്ട്രക്ഷന്റെ ഡെവലപ്മെന്റുമായിട്ട് കണക്റ്റഡ് ആണെന്നാണോ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. അറിയാവുന്നത് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. Okay, ma'am. Second one, the primary aim of supervision to help teachers to become self-directive. സുരമയ്ക്ക് പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വേറെ ആരെങ്കിലും ഒന്ന് വായിച്ച് റീഡ് ചെയ്യാമോ? അറിയാം ഉള്ള ആളുകള് സ്റ്റുഡൻസ് വേറെ ആര്യ പറഞ്ഞോളൂ. പ്രിൻസിപ്പൾ ഓഫ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ സ്കൂളിന്റെ മേൽനോട്ടം അല്ലെങ്കിൽ സ്കൂളിന്റെ അധികാരം എന്നാണ് പ്രിൻസിപ്പൾ ഓഫ് സൂപ്പർവിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിൽ പ്രൈമറി ആയിട്ട് സൂപ്പർവിഷൻ നടത്തുന്ന ഒരു സ്കൂളിൽ പ്രൈമറി ആയിട്ട് ഒരു സൂപ്പർവിഷൻ കൊടുക്കണം. അത് ടീച്ചേഴ്സിന് മാത്രം സെൽഫായിട്ട് സ്വന്തമായിട്ട് ടീച്ചർക്ക് മാത്രമായിട്ട് ആയിട്ടാണ് അത് കൊടുക്കുന്നത്. ഒരു പ്രൈമറി ഒരു എയിം ഉണ്ടാവും. ഒരു സൂപ്പർവിഷൻ ഒരു മേൽനോട്ടം നടത്തുമ്പോൾ അതിൽ കുറെ എയിംസ് കാര്യങ്ങളുണ്ടാവും. അതെല്ലാം ആ സൂപ്പർവിഷൻ നടത്തുമ്പോൾ അതിന് ഹെൽപ്പുകൾ സഹായം ടീച്ചർക്ക് കൊടുക്കണമെന്നാണ് അതിൽ പറയുന്നത്. ഒരു സൂപ്പർവിഷൻ നടത്തുമ്പോൾ ഒരു സ്കൂളിന്റെ മേൽനോട്ടത്തിന്റെ അധികാരത്തിലാണ് ഒരു സൂപ്പർവിഷൻ നടത്തുന്നത്. ഒരു നല്ലൊരു സൂപ്പർവിഷൻ ആയിരിക്കണം. അത് ഡെമോക്രാറ്റിക് അധികാരത്തോടു കൂടി വേണം. ക്രിയേറ്റീവായിട്ട് പ്രിൻസിപ്പേറ്റീവ് ആൻഡ് കോൺട്രിബ്യൂട്ടീവ് അനലൈസ് പീപ്പിൾ ഒരു ഗുഡ് നല്ലൊരു അധികാരം വേണം നടത്തണം. അതൊരു ഡെമോക്രാറ്റിക്കിന്റെ രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. അതുകൂടാതെ അവര് നല്ലൊരു പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അറിഞ്ഞിരിക്കണം. അതുകൂടെ അത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അല്ലാതെ കുട്ടികൾക്ക് കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അനലൈസ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കണം. അതേമാതിരി ഒരു ഗുഡ് ടീച്ചർ ഒരു സൂപ്പർവിഷൻ നടത്തുമ്പോൾ ഒരു ടീച്ചർക്ക് ഒരു സെക്യൂരിറ്റി ഉണ്ടാവും. ഒരു സെക്യൂരിറ്റി ടീച്ചർക്ക് നൽകാം. അത് ഇംപ്രൂവ് ചെയ്ത് നല്ലൊരു കോൺഫിഡൻസോട് കൂടി വേണം ആ സെക്യൂരിറ്റി ടീച്ചർ കൈകാര്യം ചെയ്യാനായിട്ട്. അത് ചെയ്യാൻ ഒരു കപ്പാസിറ്റിയും കൂടെ വേണം. അതെന്തോ ആ മേൽനോട്ടം നടത്തുമ്പോൾ എന്തേലും പ്രശ്നം വന്നാൽ അത് സോൾവ് ചെയ്യാനും കൂടെ നമുക്ക് ടീച്ചർമാർക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ മാം. മാം എനിക്ക് അറിയാവുന്ന രീതിയിൽ പറഞ്ഞാണേ. ഞാൻ പറയാം കേട്ടോ. ഓക്കെ, നമ്മൾ നോക്കിയപ്പോ സൂപ്പർവിഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ? പ്രിൻസിപ്പിൾസ് ഓഫ് സൂപ്പർവിഷൻ. സൂപ്പർവിഷന്റെ പ്രധാനപ്പെട്ട തത്വങ്ങൾ അഥവാ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? സൂപ്പർവിഷൻ ഈസ് ഓൾവേസ് ലിങ്ക്ഡ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഇൻ എനി സ്കൂൾ. അതായത് പഠനത്തെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സൂപ്പർവിഷൻ അത്യാവശ്യമാണ്. ഓക്കെ, അതായത് ഏതൊരു സ്കൂളിലായാലും ആ ഒരു സ്കൂളിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ആ സ്കൂൾ എന്ത് ചെയ്തിരിക്കണം? സൂപ്പർവിഷൻ നടത്തിയിരിക്കണം. അല്ലെങ്കിൽ സൂപ്പർവിഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു എന്താ പറയാ കൃത്യമായിട്ടുള്ള ഒരു പഠനം മുന്നോട്ട് പോവുക. ഒരു സ്കൂള് നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ. നിങ്ങൾ PG ക്ലാസ്സിൽ ജോയിൻ ചെയ്തായിരുന്നോ? എങ്ങനെയുണ്ട് PG ക്ലാസ്? സിലബസ് നല്ല ടഫാണ്. പഠിച്ചു തുടങ്ങിയിട്ട് എങ്ങനെയുണ്ട്? ഇപ്പൊ പഠിച്ചു തുടങ്ങിയായിരുന്നോ? 2 ക്ലാസ് അല്ലേ കഴിഞ്ഞുള്ളായിരുന്നോ? എടുത്തായിരുന്നോ? ചാപ്റ്റേഴ്സ് എടുത്തായിരുന്നോ? 2 ക്ലാസ് എടുത്തായിരുന്നു. 2 ക്ലാസ് എടുത്തായിരുന്നു. എടുത്ത് കഴിഞ്ഞപ്പോ എന്താ തോന്നി? എന്താ ഫീൽ ചെയ്തത്? ഒന്നുമില്ല മാം, നമ്മൾ +2 പഠിച്ചതാണ്. പക്ഷെ നമ്മൾ ഈ ഡിപ്ലോമയ്ക്ക് പഠിക്കുന്ന ടോപ്പിക്കുമായിട്ട് ഒരുപാട് വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ പിന്നെ ഫസ്റ്റ് നമുക്കൊരു ക്യാച്ച് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്, കുറച്ച് ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലേ? ഇത് നമ്മൾ സ്കൂളായിട്ട് കൂടുതൽ ലിങ്ക്ഡ് ആണല്ലോ. അത് പ്രത്യേകം മാനേജ്മെന്റ് വേറെ ഒരു ടോപ്പിക് ആണല്ലോ. അപ്പൊ ഫസ്റ്റ് തന്നെ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള പ്രശ്നമുണ്ട്. ഓക്കെ ആവുമായിരിക്കും. ഓക്കെ ആയോ കേട്ടോ, കുഴപ്പമില്ല, ഓക്കെ ആയിട്ട് വരും. അപ്പൊ ഈ സൂപ്പർവിഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കുറെ, അതായത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ PGയിൽ പറയാനായിട്ട്. അപ്പൊ ഞാനാണ് ആ ഒരു ചാപ്റ്റർ ഒക്കെ എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ വിശദമായിട്ട് എന്താണ് അത് അതിനകത്ത് പഠിക്കാനുള്ളതാണ് കേട്ടോ. വിശദമായിട്ട് പറഞ്ഞു തരാം എന്താണെന്ന്. അപ്പൊ നാളെയാണ് എന്റെ ക്ലാസ്. ടൈം ടേബിൾ കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ? യെസ് മാം. ഓക്കെ,
അപ്പോ ഈ ഒരു സൂപ്പർവിഷൻ ഇതിനകത്ത് അതായത് സ്കൂളിനെ സംബന്ധിച്ച് വ്യക്തമായിട്ട് ഒരു സൂപ്പർവിഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ സ്കൂള് നല്ല രീതിയിൽ മുന്നോട്ട് പോകൂ. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഈ ഒരു MT9 ബാച്ചിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പില് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാനും എല്ലാ നിർദ്ദേശങ്ങളും തരാനായിട്ടും മിക്കവാറും 2-3 വ്യക്തികളായിരിക്കും മുൻകൈ എടുത്തിട്ട് വരിക, അല്ലെ? ഉണ്ടോ? അങ്ങനെയാണോ? അല്ലെങ്കിൽ എല്ലാവരും കൂടിയാണോ കോർഡിനേറ്റ് ചെയ്യുന്നത്? ആരെങ്കിലും 2-3 വ്യക്തികൾ ഉണ്ട് അതിനകത്ത് സൂപ്പർവിഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്? അല്ലെങ്കിൽ എന്താണ്? ഓവറോൾ ആണ്, ഒരാളല്ല, എല്ലാവരും എല്ലാവരും ഉണ്ട് അല്ലേ? ഓക്കെ ഓക്കെ, എല്ലാവരും ഉണ്ടെങ്കിൽ നല്ലത്. അവരവർക്ക് എല്ലാരും ഉണ്ട് അന്നേരം. എല്ലാവരും ഉണ്ട് അല്ലേ? ഈ ചില ഇതിലാണെങ്കിൽ നമുക്ക് 2-3 വ്യക്തികളെ, ഒരു വ്യക്തിയെയോ 2-3 വ്യക്തികളെയൊക്കെ കാണാനായിട്ട് സാധിക്കും. അവരുടെ എഫേർട്ടിലാണ് ആ ഒരു ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും. അതായത് ആ ഒരു സ്കൂള് പ്രവർത്തിക്കണമെങ്കിൽ സൂപ്പർവിഷൻ കൂടിയേ തീരും. അപ്പൊ പഠനത്തെയും അതുപോലെ സ്കൂളിന്റെ നിലവാരത്തെയും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സൂപ്പർവിഷൻ അത്യാവശ്യമാണ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, ദ പ്രൈമറി എയിം ഓഫ് സൂപ്പർവിഷൻ ഇസ് ടു ഹെൽപ്പ് ടീച്ചേഴ്സ് ടു ബിക്കം സെൽഫ് ഡയറക്റ്റീവ്. ഈ സൂപ്പർവിഷൻ കൊണ്ടുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് അധ്യാപകൻ അഥവാ ടീച്ചേഴ്സ് സ്വയം കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നു. ഓക്കെ, ഇവിടെ ഈ സൂപ്പർവിഷൻ കൊടുക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് മിക്കവാറും, അതായത് എല്ലാ സ്കൂളുകളിലും നമുക്കറിയാം ഹെഡ് മാസ്റ്റർ എന്ന് പറയുന്ന വ്യക്തിയാണ് സൂപ്പർവിഷൻ കൊടുക്കുക, അല്ലെ? ഹെഡ് മാസ്റ്റർ അല്ലേ ഓവറോൾ സൂപ്പർവിഷൻ കൊടുക്കുന്ന വ്യക്തി ആണ്. അപ്പൊ ഈ ഹെഡ് മാസ്റ്ററുടെ നേതൃത്വത്തിലാണ് സൂപ്പർവിഷൻ കൊടുക്കുന്നതെങ്കിൽ കൂടിയും അധ്യാപകർക്ക്, ടീച്ചേഴ്സിന് സ്വയം കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് കഴിയണം. എല്ലാ കാര്യങ്ങളും സ്കൂളിനെ സംബന്ധിച്ച് നിരവധി കാര്യങ്ങൾ ഉണ്ടാവും, അല്ലെ? അവർക്ക് ഓരോരോ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാകും. അതായത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, സിമ്പിൾ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും, കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാകും. അതൊക്കെ സ്വയം അവര് പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് സ്വയം കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രാപ്തരാക്കുന്നു. എന്ത്? സൂപ്പർവിഷനിലൂടെ. നിങ്ങൾക്കും ഈ ഒരു കോഴ്സിൽ ചേർന്ന ആ സമയത്തും ഈ ഒരു കോഴ്സ് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് പല വ്യത്യാസങ്ങളും നിങ്ങളിൽ വന്നിട്ടുണ്ടാവും, അല്ലെ? വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്, ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടാവും. നല്ലോണം വന്നിട്ടുണ്ട് അല്ലെ? നിങ്ങൾ ഓരോ കാര്യങ്ങളും സ്വയം ചെയ്യാനായിട്ട് കുറേയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവും, അല്ലെ? ഓരോ കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ മുമ്പത്തേക്കാളും കൂടുതലായിട്ട് നിങ്ങൾ കുറെ ഡ്യൂട്ടീസ് എക്സ്ട്രാ ചെയ്യുന്നുണ്ടോ? കുറെ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ? ആക്ടിവിറ്റി തരുന്നത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്പർ വീലും പിക്ചർ വീലൊക്കെ ചെയ്യുന്നുണ്ട്, അല്ലെ? അതൊക്കെ എന്താണ്? നിങ്ങൾ സ്വയം ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത്തരത്തില് അധ്യാപകൻ അല്ലെങ്കിൽ ടീച്ചേഴ്സിന് സ്വയം കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നു. മൂന്നാമത്തെ പോയിന്റ്, സൂപ്പർവിഷൻ ആൻഡ് കരിക്കുലം ഡെവലപ്മെന്റ് ആർ റെസിപ്രോക്കൽ. അതായത് ഈ കരിക്കുലവും അതുപോലെ പാഠ്യപദ്ധതി, മീൻസ് കരിക്കുലം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പാഠ്യപദ്ധതിയെയാണ്. അതും അതുപോലെ തന്നെ സൂപ്പർവിഷനും ഒരുമിച്ചാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതായത് സ്കൂളിൽ ഒരു കരിക്കുലം ഉണ്ടാകും, ആ കരിക്കുലത്തിനനുസരിച്ചിട്ട് സൂപ്പർവിഷൻ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നാലാമത്തെ പോയിന്റ്, ഗുഡ് സൂപ്പർവിഷൻ ഈസ് ഡെമോക്രാറ്റിക്, ക്രിയേറ്റീവ്, പാർട്ടിസിപ്പേറ്റീവ് ആൻഡ് കോൺട്രിബ്യൂട്ടീവ്. അതുപോലെ തന്നെ നല്ല സൂപ്പർവിഷൻ എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് ആയിരിക്കണം. അതായത് എല്ലാവരെയും ഒരുപോലെ കണ്ട് എല്ലാവരെയും ഒരുപോലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മൂവ് ചെയ്യുന്ന രീതിയിലായിരിക്കണം സൂപ്പർവിഷൻ ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ തന്നെ എല്ലാവരിൽ നിന്നും പരസ്പരം സഹകരണവും സഹായങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സൂപ്പർവിഷൻ കൊടുക്കുന്നതിന് പ്രധാനമാണ്. ഓക്കെ, അപ്പൊ ഹെഡ് മാസ്റ്റർ സൂപ്പർവിഷൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഹെഡ് മാസ്റ്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ കൂടിയേ തീരൂ, അല്ലെ? ഇപ്പൊ ഹെഡ് മാസ്റ്റർ ഒരാൾ വന്ന് ഒരു കാര്യം ചെയ്യാനായിട്ട് പറഞ്ഞു, ബാക്കിയുള്ളവർ അത് അനുസരിച്ചില്ലെങ്കിൽ അവിടെ സൂപ്പർവിഷൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആവോ? ഇല്ല. മറ്റുള്ളവരുടെ സഹായങ്ങളും കൂടി അതിനകത്ത് വേണം. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചെയ്യാനായിട്ട് പറയുകയാണ്, നിങ്ങൾ ചെയ്യുന്നില്ല, എന്റെ സൂപ്പർവിഷൻ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അപ്പൊ ഞാൻ പറയുന്നു, നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പരസ്പരം എന്താ പറയാ, അവിടെ ഡെമോക്രാസി വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പരസ്പരം കോർഡിനേഷനും ഹെൽപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്
good supervision a good supervision helps the teacher to develop skills in discovering and analyzing people needs. അതായത് ഒരു നല്ല സൂപ്പർവിഷൻ പറയുന്നത് അവിടെ നിങ്ങൾക്ക് ഉണ്ടോ, അവിടെ വിട്ടുപോയിട്ടുണ്ടോ? എന്റെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല മാം. പോയിന്റ്സ് ഇല്ല. എഴുതിയെടുത്തോളൂ കേട്ടോ, എന്നാ എഴുതിയെടുത്തോളൂ. എ ഗുഡ് സൂപ്പർവിഷൻ ഹെൽപ്സ് teacher to develop. അല്ല മാം, എ ഗുഡ് സൂപ്പർവിഷൻ ഹെൽപ്പ് The teacher to develop skills in discovering and analyzing pupil needs. എന്റെ ടെക്സ്റ്റ് ബുക്കിലേ അനലൈസിങ് പീപ്പിൾ നീഡ്സ് മാത്രമേ കാണുള്ളൂ. ഈ മാം പറഞ്ഞ് ഞാനിപ്പോ എഴുതിയെടുത്തു, അത് മാത്രമേ കാണുള്ളൂ. ടെക്സ്റ്റിൽ അതില്ല അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് എഴുതിയെടുക്കാം കേട്ടോ. എഴുതിയെടുത്തു. ഓക്കെ. അപ്പൊ ഒരു ഗുഡ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത് അത് ടീച്ചറെ ഹെൽപ്പ് ചെയ്യുന്നെന്നാ പറയുന്നത്. എന്തിനൊക്കെയാണ്? അതായത് കുട്ടികളുടെ ആവശ്യങ്ങളും അവരുടെ കഴിവുകളും ഒക്കെ കണ്ടെത്തുന്നതിനും അത് ഡെവലപ്പ് ചെയ്യുന്നതിനും ഈ ഒരു സൂപ്പർവിഷൻ എന്ന് പറയുന്നത് സഹായകരമാണ്. ഓക്കെ. Then ആറാമത്തെ പോയിന്റ്, സൂപ്പർവിഷൻ ഗിവ്സ് ടീച്ചേഴ്സ് സെക്യൂരിറ്റി ആൻഡ് ഇംപ്രൂവ് കോൺഫിഡൻസ് ഇൻ their capacity to solve problems. അതുപോലെ തന്നെ സൂപ്പർവിഷൻ എന്ന് പറയുന്നത് ടീച്ചേഴ്സിന് സുരക്ഷയും അതുപോലെ തന്നെ അവരുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്നതിനും അവർക്ക് വരുന്ന പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യുന്നതിനും സഹായിക്കും. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? പ്രിൻസിപ്പിൾസ് ഓഫ് സൂപ്പർവിഷൻ ഓക്കെ അല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സൂപ്പർവൈസറി ഫങ്ഷൻസ് ആണ് കേട്ടോ. നിങ്ങൾ ആദ്യം ഒന്ന് റീഡ് ചെയ്യൂ, എന്നിട്ട് ഞാൻ ഒരാളെ കൊണ്ട് വായിപ്പിക്കാം. വായിച്ചു കഴിയുമ്പോ ഒന്ന് തമ്പ് ചെയ്യണേ. ലാസ്റ്റത്തെ ഡൗട്ട് ഉണ്ട്. ACCENCUADES എന്താ? ഏതാണ് ലാസ്റ്റത്തെ ചേഞ്ചസ് പ്രോസസ് മാനേജ്മെന്റ്, അത് കഴിഞ്ഞിട്ടുള്ളൂ. അതിന്റെ വായിച്ചിട്ട് കിട്ടണം. ACC അവിടെ തെറ്റുണ്ട് കേട്ടോ, അത് അതിനകത്ത് മിസ്റ്റേക്ക് പറ്റിയിരിക്കുവാണ്. അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ.
അസെന്റുവേറ്റ്സ് എന്നാണ് അവിടെ വരുന്നത്. അസെന്റുവേറ്റ്സ് മറ്റൊരു മീനിങ് നമുക്ക് പറയാൻ വേണമെങ്കിൽ കുറച്ചുകൂടി ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ മുകളിലായിട്ട് എംഫസൈസ് എന്ന് കൊടുക്കാം. എംഫസൈസിന്റെ മീനിങ് എന്താ? എംഫസൈസ് എംഫസൈസ് മീൻസ് പ്രാധാന്യം കൊടുക്കുന്നത് എന്നല്ലേ? പ്രാധാന്യം കൊടുക്കുക, കൂടുതലും പ്രാധാന്യം കൊടുക്കുക കേട്ടോ. അതാണ് കേട്ടോ വരുന്നത്. എന്റെ മുകളിലായിട്ട് എംഫസൈസ് എന്ന് കൊടുക്കുക കേട്ടോ, പ്രാധാന്യം കൊടുക്കുക. അത് വെട്ടിയിട്ടാണോ മാം? അതിന്റെ മുകളിൽ തന്നെ എഴുതിയാൽ മതി. അതിന്റെ മറ്റൊരു മീനിങ് ആണ്. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് വേർഡ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതെനിക്ക് വായിച്ചപ്പോ കിട്ടിയില്ല, അതാണ് ഡൗട്ട് വന്നത്. ഓക്കെ, എംഫസൈസസ് എന്ന് കൊടുക്കുക നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട്. ഊന്നൽ നൽകുക, പ്ലാനിങ്ങിന് ഊന്നൽ നൽകുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ മാം. ഓക്കെ, വായിച്ചു കഴിഞ്ഞായിരുന്നോ? അമൃത ഒന്ന് റീഡ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാവോ? Okay, ma'am. Supervisory functions. Harris 1985 lists 3 distinct supervisory practices or school of thought. ഹാരിസ് എന്നുള്ള പേഴ്സന്റെ പേരാണോ മാം? അത് പേഴ്സൺ ആണ് കേട്ടോ, ഒരു വ്യക്തിയാണ് ഹാരിസ്. അവര് ഡിസ്റ്റിങ് സൂപ്പർവൈസറി പ്രാക്ടീസസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതിനെ പ്രധാനമായിട്ടും സ്കൂൾ ഓഫ് തോട്ട് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് മോണിറ്ററിംഗ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. It involves monitoring, inspecting, and accountability. It emphasizes testing, evaluation, discrepancy analysis, and feedback for improvement. First one is monitoring and accountability ആണ്. അതിലാണ് ഒരു സൂപ്പർവൈസർ നമ്മൾ എപ്പോഴും ഒന്ന് നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കണം. പിന്നെ എന്നാൽ ഇൻസ്പെക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ അവർക്കത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവാലുവേറ്റ് ചെയ്യണം. മാത്രമല്ല അവരുടെ ഫീഡ്ബാക്കും കൂടി അറിഞ്ഞിരിക്കണം. എന്നാലാണ് ഫർദർ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ചെയ്യാനുണ്ടോ എന്ന് അവർക്ക് മനസ്സിലാവാൻ പറ്റുള്ളൂ സൂപ്പർവൈസറെ സംബന്ധിച്ചിടത്തോളം. സെക്കൻഡ് വൺ ഈസ് ഹ്യൂമൻ റിലേഷൻസ് ആൻഡ് മോറൽ ബിൽഡിംഗ്. ഇറ്റ് എംഫസൈസ് ഹ്യൂമൻ റിലേഷൻസ് ആൻഡ് മോറൽ ബിൽഡിംഗ്. മനുഷ്യന്മാരുള്ള ബന്ധം വർദ്ധിപ്പിക്കുക എന്നാണ് സൂപ്പർവൈസർ പറയുന്നത്. ഇറ്റ് എംഫസൈസ് ഇൻഫോർമൽ റിലേഷൻസ് ആൻഡ് മോറൽ ബിൽഡിംഗ്. It emphasizes informal relations, sensitivity to needs, promoting personal development, removing constraints, and maximizing freedom of actions. നേരിട്ടല്ലാത്ത ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ അവർക്ക് ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കുക. വിളിക്കുന്നുണ്ടല്ലേ? ഓക്കെ, ഞാൻ വായിച്ചോളാം. അമൃത പറ്റുള്ളൂ. ഓക്കെ, അപ്പോ ഇത് നോക്കിയാൽ നിങ്ങൾ സൂപ്പർവൈസറി ഫങ്ഷൻസ് ആണ്. അതായത് പ്രധാനമായിട്ടും ഒരു സൂപ്പർവിഷൻ എന്ന് പറയുമ്പോൾ അതിന് ചില ഫങ്ഷൻസ് പറയുന്നുണ്ട്. ഹാരിസ് എന്ന് പറയുന്ന വ്യക്തി 1985 അദ്ദേഹം സൂപ്പർവൈസറി പ്രാക്ടീസ്, അതായത് ഈ സൂപ്പർവിഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ട് 3 പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. സ്കൂൾ ഓഫ് തോട്ട് എന്നാണ് അത് അറിയപ്പെടുന്നത്. അതിനകത്ത് ആദ്യത്തേതാണ് മോണിറ്ററിംഗ് ആൻഡ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. It involves monitoring, inspecting, and accountability. It emphasizes testing, evaluation, discrepancy analysis, and feedback for improvement. Discrepancy എന്ന് പറഞ്ഞാൽ പൊരുത്തക്കേട് എന്നാണ് കേട്ടോ, പൊരുത്തക്കേട്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക. അതായത് ഈ ഒരു സൂപ്പർവിഷൻ നടക്കുന്നതിന്, അല്ലെങ്കിൽ സൂപ്പർവിഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പരിശോധനകൾ നടത്തണം. ഹെഡ് മാസ്റ്റർ ആണെങ്കിൽ ക്ലാസ് റൂമുകൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ അത് ഇവാലുവേറ്റ് ചെയ്യണം, വിലയിരുത്തണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇൻസ്പെക്ട് ചെയ്യേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും പിഴവുകൾ, അതായത് എറേഴ്സ് ഉണ്ടെങ്കിൽ അത് തിരുത്തേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യേണ്ടതുണ്ട്. എന്തെങ്കിലും പൊരുത്തക്കേടുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുവാണെങ്കിൽ അത് അനലൈസ് ചെയ്തിട്ട് അതിന്റെ പ്രോബ്ലം എന്ത് ചെയ്യണം, സോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോ ഇടയ്ക്കിടയ്ക്ക് പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്തുന്നതിനെയാണ് മോണിറ്ററിംഗ് ആൻഡ് അക്കൗണ്ടബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, അടുത്തത് ഹ്യൂമൻ റിലേഷൻ ആൻഡ് മോറൽ ബിൽഡിംഗ് ആണ് കേട്ടോ. ഇറ്റ് എംഫസൈസ് ഹ്യൂമൻ റിലേഷൻ ആൻഡ് മോറൽ ബിൽഡിംഗ്. ഇറ്റ് എംഫസൈസ് ഇൻഫോർമൽ റിലേഷൻ ആൻഡ് മോറൽ ബിൽഡിംഗ്. ഇറ്റ് എംഫസൈസ് ഇൻഫോർമൽ, വീണ്ടും വരുന്നുണ്ട്, അത് 2 ഉണ്ട് കേട്ടോ. അത് ഒരെണ്ണം വെട്ടിക്കളയാ കേട്ടോ, ഒരെണ്ണം തിരുത്തുക. ഇറ്റ് എംഫസൈസ് ഇൻഫോർമൽ റിലേഷൻ ഒരെണ്ണം മതി കേട്ടോ. സെൻസിറ്റിവിറ്റി ടു നീഡ്സ്, പ്രൊമോട്ടിംഗ് പേഴ്സണൽ ഡെവലപ്മെന്റ്, റിമൂവിംഗ് കൺസ്ട്രെയിൻസ് ആൻഡ് മാക്സിമൈസിംഗ് ഫ്രീഡം ഓഫ് ആക്ഷൻ. എന്താണ് ഇവിടെ പറയുന്നത്? അതായത് സൗഹൃദപരമായിട്ടുള്ള ബന്ധം,
അതായത് അധ്യാപകർക്കിടയിൽ അല്ലെങ്കിൽ ടീച്ചേഴ്സിനിടയിൽ നിന്നുകൊണ്ട് തന്നെ നല്ല റിലേഷൻസ് ഉണ്ടാവുക, അവർ തമ്മിൽ പരസ്പരം സഹായിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ടീച്ചേഴ്സിന് തന്നെ ഒരു കോൺഫിഡൻസ് കൂടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതൊരു സൂപ്പർവൈസറി ഫംഗ്ഷന് പ്രധാനപ്പെട്ട ഒന്നാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ സ്കൂളിൽ പരസ്പരം വർക്ക് ചെയ്യുന്ന ആളുകൾക്കിടയിൽ ഇത്തരത്തിലുള്ള സൗഹൃദപരമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാകുന്നത് മൂലം അവരുടെ ആത്മവിശ്വാസം കുറയുകയും അതുപോലെ കൂടുകയും അതുപോലെ തന്നെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള വളർച്ചയ്ക്ക്, അതായത് അവരുടെ പേഴ്സണൽ ഡെവലപ്മെന്റിന് കൂടുതൽ സഹായകരമാവുകയും ചെയ്യുന്നു. ഓക്കെ, അവർക്ക് കുറേയധികം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിലൂടെ കിട്ടുന്നുണ്ടെന്ന് അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുമല്ലോ. നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോയിരുന്ന സ്ഥലത്ത് എങ്ങനെയാണ് 15 ദിവസമൊക്കെ നിങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ടീച്ചേഴ്സുമായിട്ട് നിങ്ങൾക്കൊരു കണക്ഷൻ ഉണ്ടായിരിക്കും, അല്ലെ? ഉണ്ടായിട്ടുണ്ടോ? യെസ് മാം. അപ്പൊ എങ്ങനെയാണത് നിങ്ങളെ സഹായിച്ചിട്ടുണ്ടാവുക? നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂടിയിട്ടില്ലേ? അവരുടെ കുറെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വളർത്താനായിട്ടുള്ള സാഹചര്യമാണ് അവിടെ ഉണ്ടാവുക. ദാറ്റ് ഈസ് ഹ്യൂമൻ റിലേഷൻസ് ആൻഡ് മോറൽ ബിൽഡിംഗ്. കേട്ടോ, ക്ലിയർ ആണോ? അടുത്തത് പറഞ്ഞോട്ടെ. യെസ് മാം. ദെൻ മൂന്നാമത്തത് ചേഞ്ച് പ്രോസസ് മാനേജ്മെന്റ്. ഇറ്റ് എംഫസൈസസ്, ഞാൻ എംഫസൈസ് എന്നാണ് പറയുന്നത്, പ്ലാനിങ്, ഡിസൈനിങ്, ബിൽഡിംഗ്, സ്റ്റിമുലേറ്റിംഗ് ഗോൾ സെറ്റിംഗ് ആൻഡ് പ്രൊമോട്ടിംഗ് എൻവയൺമെന്റ് ഫോർ ബെറ്റർ ഇൻസ്ട്രക്ഷണൽ പ്രാക്ടീസ്. ഇവിടെ എന്താ പറയുന്നേ? അതായത് ഇവിടെ പറയുന്ന കാര്യം, അതായത് ഈ ഒരു സൂപ്പർവിഷന് വേണ്ടിയിട്ട് വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ ഇങ്ങനെയാണ് സൂപ്പർവിഷൻ നടത്തേണ്ടത്, സൂപ്പർവിഷൻ നടത്തുന്നതിന് ചില ലക്ഷ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിന്റെ നടപടികളിലൂടെയാണ് നടത്തേണ്ടതെന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടാക്കുക. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്താ പറയാ, ഒരു സ്കൂളാകുമ്പോൾ അവിടെ ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കാണാറുണ്ട്, അല്ലെ? ഇൻസ്പെക്ഷൻ വരാറില്ലേ? ഇൻസ്പെക്ഷൻ വരുമ്പോൾ നമുക്കറിയാം ചില ടീച്ചേഴ്സ് ഒക്കെ പേടിച്ചിരിക്കുന്നത് കാണാം, അല്ലെ? മുമ്പത്തെ ടീച്ചേഴ്സ് ഒക്കെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റും, പേടിച്ചിരിക്കുന്നത് കാണാം. ഭയങ്കരമായിട്ട് അവർ കുട്ടികളോട് ശ്രദ്ധിക്കാനൊക്കെ പറയും, എല്ലാ കാര്യങ്ങളും, അതായത് കുട്ടികളുടെ ആ ക്ലാസ് റൂം വൃത്തിയാക്കാനായിട്ട് പറയും, ഇൻസ്പെക്ഷൻ വരുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പേടിപ്പിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഞാൻ 5th ക്ലാസ് പഠിക്കുമ്പോൾ 2-3 പ്രാവശ്യം എന്നെ 3rd ക്ലാസ് കൊണ്ടുവരുത്തി, അവിടെ ആള് കുറവായിട്ട്. അങ്ങനെ അതായത് പല അനുഭവങ്ങളുണ്ട് ഇൻസ്പെക്ഷൻ ബേസിൽ. അപ്പോ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര വലിയ സംഭവമാണ്, അല്ലെങ്കിൽ അതെന്തോ ഭയങ്കര ഭയാനകമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് ഇപ്പോഴും ആളുകളുടെ മനസ്സിൽ ഉള്ളത്. അപ്പോ ഈ ഒരു ഇൻസ്പെക്ഷനും അതുപോലെ തന്നെ സൂപ്പർവിഷൻ എന്ന് പറയുന്നത് പരസ്പരം കണക്റ്റഡ് ആണ് കേട്ടോ. അപ്പൊ ഇത്തരത്തില് എന്താണ് വ്യക്തമായിട്ടുള്ള പ്ലാനിങ്, അതുപോലെ തന്നെ പുതിയ രീതിയിലുള്ള അതൊരു ക്ലാസ് റൂം ഒരുക്കല്, അല്ലെങ്കിൽ പുതിയൊരു എൻവയൺമെന്റ് ഒരുക്കല്, അതുപോലെ തന്നെ പഠനത്തെ, അതായത് കുട്ടികളുടെ പഠനത്തെ കൂടുതൽ സഹായിക്കല്, ഇതൊക്കെയാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയുമാണ് 3 കാര്യങ്ങൾ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അടുത്തത് പ്രിൻസിപ്പൾസ്. അതൊരാളൊന്ന് റീഡ് ചെയ്യാമോ? പ്രിൻസിപ്പൾസ് റോഷ്നി കുഞ്ഞുമോൻ ഒന്ന് റീഡ് ചെയ്തിട്ട് വായിക്കാമോ? Okay, ma'am. Principles. It's a continuous process. Reporting should be objective and the impartial. Emotions and the sentiments should not play a role in motivational. Reporting is not only explanatory and instructional but also correctional and motivation. Reporting is done by the superiors to subordinate and vice versa. പ്രിൻസിപ്പിൾസ് എന്ന് വെച്ചാൽ അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. റിപ്പോർട്ടിങ്ങിന്റെ പ്രിൻസിപ്പിൾസ് ആണ് കേട്ടോ പറയുന്നത് ഇവിടെ. റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിപ്പോർട്ടിംഗ് റിപ്പോർട്ട് ചെയ്യാ, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാന്ന് പറയൂ അല്ലെ? നമ്മള് ഏതൊരു സ്ഥാപനമാണെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു പരിപാടി ഉണ്ട്, അല്ലെ? അത് കൃത്യമായിട്ട് ഒരു ഡോക്യുമെന്റ് ആക്കുക, അല്ലെങ്കിൽ ഒന്നിൽ രേഖപ്പെടുത്തുക. ഇതിനൊക്കെയാണ് നമ്മൾ റിപ്പോർട്ടിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിയാണോ ഞാൻ പറഞ്ഞത്? ശരിയാണ് മാം. അതേപോലെ എന്തെങ്കിലും പ്രിൻസിപ്പാളിന് എന്ത് കാര്യം ഉണ്ടെങ്കിലും അപ്പൊ തന്നെ ഓൾ മൊമെന്റ് ടൈമിൽ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാം. എന്ത് കാര്യമാണ്, ഫംഗ്ഷൻ ആയിക്കോട്ടെ,
അവരുടെ ആനുവൽ ഡേയുടെ ആയിക്കോട്ടെ, ഓരോ കാര്യങ്ങളും അപ്പൊ തന്നെ അതാത് മൊമെന്റ് ആ ടൈമിൽ തന്നെ റിപ്പോർട്ട് ചെയ്താൽ നമ്മൾ കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ഒരു തുടർച്ചയായിട്ടുള്ള ഒരു പ്രക്രിയയാണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അതായത് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്ത് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അത് നിഷ്പക്ഷമായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഒബ്ജക്റ്റീവ് ആൻഡ് ഇംപാർഷ്യൽ എന്ന് അവിടെ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ. എന്താണ്? അതായത് ആരുടെയും പക്ഷം പിടിക്കാതെ, അതായത് ആരെയും നോക്കാതെ എല്ലാവരെയും തുല്യരായി കണ്ടുകൊണ്ട് അത് നിഷ്പക്ഷമായിട്ടായിരിക്കണം റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് നമ്മൾ നടത്തേണ്ടത്. അതായത് നമ്മുടെ ഇപ്പോ സ്വന്തക്കാരോ ബന്ധുക്കാരോ അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മളോട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കെതിരായിട്ട് നമ്മൾക്ക് റിപ്പോർട്ട് കൊടുക്കാനായിട്ട് സാധിക്കും അല്ലെ. അപ്പോ അത് നമ്മളൊന്നും നോക്കരുത്, കണ്ണടച്ചുകൊണ്ട് വേണം നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് നിഷ്പക്ഷമായിരിക്കണം. അതുപോലെ തന്നെ അത് ഒരു വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു കാര്യം വേണം. അത് ശരിക്കും പറഞ്ഞാൽ റിയാലിറ്റി ഉള്ള കാര്യം തന്നെ ആയിരിക്കണം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇമോഷൻസ് ഒന്നും അതിനെ ബാധിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോ പോലീസുകാരും കോടതിയും ഒക്കെ സ്വന്തം ബന്ധങ്ങളൊക്കെ മറന്നിട്ടാണ് അല്ലെ അവർ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നേ. അവര് സ്വന്തം ബന്ധമൊക്കെ നോക്കാറുണ്ടോ? പോലീസും കോടതിയൊക്കെ നോക്കാറുണ്ടോ? തെറ്റ് ചെയ്തവരാരായാലും അവർ ശിക്ഷിക്കപ്പെടണം. അതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതായത് എന്താണെങ്കിലും ഇപ്പൊ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും നമ്മൾക്ക് എന്തെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് എതിരഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അത് അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇത് വസ്തുനിഷ്ഠമാകണം, അതുപോലെ തന്നെ നിഷ്പക്ഷമായിട്ടുള്ള ഒരു കാര്യമായിരിക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് വെറും എക്സ്പ്ലനേഷൻ മാത്രമല്ല, അത് വരുന്ന അതായത് ഭാവി തലമുറയിലുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം കൂടിയാണെന്നും ഇവിടെ പറഞ്ഞു വെക്കാം കേട്ടോ. ഓക്കെ. ദെൻ ലാസ്റ്റ് പോയിന്റ്, റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് അതായത് മുകളിലുള്ളവര്, അതായത് സീനിയർ ആയിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുന്നവര് താഴെയുള്ളവർക്ക് കൊടുക്കുകയും താഴെ ജോലി ചെയ്യുന്ന ആളുകള് സീനിയർ ആയിട്ടുള്ള തലത്ത്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറണം എന്നാ പറയുന്നത്. ഇപ്പൊ എന്റെ സീനിയർ ആയിട്ടുള്ള ആള് ആരാണോ അയാൾക്ക് ഞാൻ റിപ്പോർട്ടിംഗ് ചെയ്യണം. അതുപോലെ തന്നെ എനിക്ക്, അതായത് എന്റെ മുകളിൽ ഇരിക്കുന്ന സീനിയർ ആയിട്ടുള്ള വ്യക്തി എനിക്ക് തിരിച്ചിങ്ങോട്ടും റിപ്പോർട്ടിംഗ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതാണ് റിപ്പോർട്ടിങ്ങിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. എപ്പോഴും റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ഒരാളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. അത് ഉന്നത പദവി ആയാലും അല്ലെങ്കിൽ താഴ്ന്ന പദവി ആയാലും അന്യോന്യം, അതായത് പരസ്പരം എന്ത് ചെയ്യുന്നു, കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് ഈ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി കുറച്ചും കൂടി ഭാഗമുണ്ട് റിപ്പോർട്ടിങ്ങിന്റെ, ഒരു ചെറിയൊരു പാരഗ്രാഫും കൂടി ഉണ്ട്. അതിനുശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ ചാപ്റ്റർ തുടങ്ങി വെക്കാം കേട്ടോ. ഓക്കെ, വൈൻഡപ്പ് ചെയ്തോട്ടെ. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ മാം, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് നമ്മളിപ്പോ മാം പറഞ്ഞില്ലേ പരസ്പരം കൈമാറും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരാൾക്കുള്ള എന്റെ താഴെയുള്ള സീനിയർക്ക് എന്ത് വർക്ക് ഉണ്ടെങ്കിൽ അത് ഞാൻ അങ്ങോട്ട് കൈമാറ്റം ചെയ്യണം. അങ്ങനെയല്ല റിപ്പോർട്ടിങ്? അതെ അതെ അതെ. ഇപ്പൊ സീനിയർ ആയിട്ടുള്ള ഒരു ഹെഡ് മാസ്റ്റർക്ക് നമുക്ക് എന്തെങ്കിലും കൊടുക്കാം. ഇപ്പൊ റിപ്പോർട്ടിംഗ് ചെയ്ത എന്തെങ്കിലും ഡോക്യുമെന്റോ കാര്യങ്ങളോ നമുക്ക് കൊടുക്കാവുന്നതാണ്. തിരിച്ചും അവര്, അതായത് നമ്മുടെ സീനിയർ ആയിട്ടുള്ള ആളുകൾക്ക് നമുക്കും ഇങ്ങോട്ട് തരാവുന്നതാണ്. അങ്ങനെ അന്യോന്യം കൈമാറാവുന്ന ഒന്നാണ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. പരസ്പരം അതിൽ എല്ലാ പൊസിഷനിലും ഉള്ള ഒരു കാര്യം തന്നെയാണ് റിപ്പോർട്ടിംഗ് കേട്ടോ. ഇപ്പൊ മാം ഞാൻ പറഞ്ഞു നമ്മളുടെ വരും പല കാര്യങ്ങൾ പ്രിൻസിപ്പളിന് കൈമാറി നമ്മൾ റിപ്പോർട്ട് ചെയ്യൂല്ലോ ഓരോ കാര്യങ്ങളും, അതൊക്കെ റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമല്ലേ? അതൊക്കെ റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമാണ്. സൈൻ ഔട്ട് ചെയ്തോളൂ കേട്ടോ. Yes, ma'am. Thank you, Ashwati ma'am. Today's class was very fun and we learned a lot. Before we wrap up the class, if any questions for you, ma'am, or random questions ചോദിക്കട്ടെ ma'am? സമയമുണ്ടോ? എന്താണ് മേഘന? ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നില്ല മിസ്സേ? ക്ലിയർ ആവുന്നുണ്ട്. അല്ല, ലാസ്റ്റ് പറഞ്ഞത് ഞാൻ കേട്ടില്ല. ഫണ്ണി ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറുണ്ട്, അപ്പൊ സമയം ഉണ്ടോന്ന് ചോദിച്ചാ മിസ്സേ. അതിനെന്താണ്, കുഴപ്പമില്ല, ചോദിച്ചോളൂ. ഓക്കെ. ഇഫ് എ hen goes to market, what will it buy? മനസ്സിലായ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയൂ.
ഇല്ല. ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയാമോ? Okay. If a n goes to the market. കേൾക്കുന്നുണ്ടോ മിസ്സേ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. എനിക്ക് ക്ലിയർ ആവുന്നില്ല. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? ചോദിച്ചോളൂ. ഇപ്പോഴോ മിസ്സേ? ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആരാ മാർക്കറ്റിൽ പോയത്? ഹെന്നോ? ഹെൻ. ഹെൻ ഗോസ് ടു ദ മാർക്കറ്റ്. എന്താണ് അവിടെ നിന്ന് ബൈ ചെയ്യുന്നത് എന്നാ ചോദിക്കുന്നത്. അറിയോ? അറിയില്ല. നോ മേഘന, നോ മേഘന. No idea. എഗ് ഡിസ്കൗണ്ട്. എഗ് അല്ലേ ബയ്യ? ഓക്കെ, നെക്സ്റ്റ്. വൈ കനോട്ട് പെൻഗ്വിൻ ഫ്ലൈ? ഒന്നുകൂടെ പറഞ്ഞു. എന്തുകൊണ്ടാണ് പെൻഗ്വിൻ പറക്കാൻ പറ്റാത്തത്? Because they forgot to book the ticket. പിന്നെ മിസ് ലാസ്റ്റ് ഒന്നും കൂടെ ചോദിക്കാം. What will chocolate say if it is late to school? Birthday? No. Because it is melted on the way itself. ചോക്ലേറ്റ് മെൽറ്റ് ആവൂലേ? ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനിയും ഇത്തരം ഫൺ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരിക കേട്ടോ. എല്ലാവർക്കും ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം.